സാധാരണ രീതിയിൽ അറിയുന്നത് രക്തക്കുഴലിലെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് ഒരു നെഞ്ചിടിപ്പ് കൂടുന്ന രീതി വരും, നെഞ്ചിന് വേദന വരും, ഇടത്തെ കൈക്കുള്ള വേദന റേഡിയേറ്റിങ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ വല്ലാതെ വേർക്കും. ഇതൊക്കെയാണ് ബ്ലോക്കും അറ്റാക്കും ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം. പക്ഷേ നമുക്ക് നേരത്തെ മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു കൺസൾട്ടേഷൻ്റെ ടൈമിലാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, കാലിൽ രോമം കൊഴിയുന്നുണ്ടോ, അതൊരു ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. കാഴ്ച മങ്ങുന്നുണ്ടോ, അതൊരു ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. നമുക്ക് കറക്റ്റായിട്ട് ഓർക്കുന്ന കാര്യങ്ങൾ, നല്ല രീതിയിൽ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്കത് മറന്നുപോകും. പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും റിക്കലക്ട് ചെയ്ത് വരുന്നത്. അപ്പം അതും ഒരു ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. അതേപോലെ ഷോൾഡർ സ്റ്റിഫ്നെസ് വരുന്നത്, നമുക്ക് കൈയൊക്കെ പൊക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലേക്ക് വരും. ചിലരൊക്കെ പകുതിയേ പൊക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ 2 കൈ പൊക്കാൻ പറയുമ്പോഴത്തേനും അവർ ഒരു കൈ ചിലപ്പോൾ പൊങ്ങും, ഒരു കൈ പകുതിയേ പൊങ്ങത്തുള്ളൂ. അതും ഒരു ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ തരിപ്പ്, മരപ്പ്, മുള്ളു കുത്തുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ കാലിലും കയ്യിലൊക്കെ വരുന്നത്, അതും ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. ഇതെല്ലാം ബ്ലോക്കുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം കുറച്ച് ഭാവിയിലേക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. മൂത്രത്തിൽ പതയം ഉണ്ടാകുന്നു, ക്രിയാറ്റിൻ്റെ വേരിയേഷൻസ് വരുന്നു. ഇതെല്ലാം രക്തക്കുഴലുകളിലെ പല ബ്ലോക്കുകളുടെ ഭാഗമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഹാർട്ടിന് തന്നെ വരണം, നെഞ്ചിന് തന്നെ വരണം, നെഞ്ചിടിപ്പ് കൂടണം, വേദന വരണം എന്നുള്ളതല്ല. കാലിൽ രോമം കൊഴിയുന്നുണ്ടോ, 100% കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു. അപ്പം എൻ്റെ മെയിനായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലോക്കുകളെ, ചെറിയ ചെറിയ രക്തക്കൊള്ളുകളെ, കാപ്പിലറീസിലുള്ള ബ്ലോക്കുകളൊക്കെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അത് അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്തു വരുവാണെങ്കിൽ ഈ ഹാർട്ടിലെ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഭാവിയിലേക്ക് നമുക്ക് വരുന്നത് ഇതേപോലെ അറ്റാക്കും സ്ട്രോക്കും തന്നെയായിരിക്കും.